നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സഹപാഠികൾ തമ്മിൽ തല്ലും അടിപിടിയുമൊക്കെ സ്വാഭാവികമായിരുന്നല്ലേ. ഇങ്ങനെ തല്ലുകൂടുന്ന കൂട്ടുകാരനുമൊത്ത് സ്കൂൾ വിടുമ്പോൾ തോളത്ത് കൈയിട്ട് നടക്കുകയും ചെയ്യും. എന്നാൽ ഇപ്പോഴത്തെ പിള്ളേരുടെ പോക്ക് ആകെ കൈവിട്ട കളിയാണ്. മലപ്പുറം വണ്ടൂരിൽ സുഹൃത്തുക്കൾക്കൊപ്പം ചായ കുടിക്കാൻ പോയ 17-കാരനെ ക്രൂരമായി മർദ്ദിച്ചത് മുൻ സഹപാഠിയും സംഘവും ചേർന്നാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുണ്ടായ പ്രശ്നങ്ങളുടെ പേരിലാണ് 1 വർഷത്തിന് ശേഷമുള്ള പകവീട്ടൽ. ആക്രമണത്തിൽ വിദ്യാർത്ഥിയുടെ തലയിലും പുറത്തും കൈക്കും ഗുരുതര പരിക്കുണ്ട്. പിതാവിൻ്റെ പരാതിയിൽ കേസെടുത്ത വണ്ടൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് 7:15 സംഭവം. പാണ്ടിക്കാട് GHSSലെ +2 വിദ്യാർത്ഥിയും പാണ്ടിക്കാട് പനമ്പറ്റ സ്വദേശിയുമായ അൻഷിദ് സുഹൃത്തുക്കൾക്കൊപ്പമാണ് ആയിനിക്കോട്ട ചായക്കടയിലേക്ക് പോയത്. കടയ്ക്ക് മുന്നിൽ കാർ നിർത്തിയപ്പോൾ ഒരു സംഘം ആളുകൾ ചേർന്ന് ആക്രമിക്കുകയായിരുന്നു. കല്ലുകൊണ്ടും ജാക്കി ലിവറും ഉപയോഗിച്ചാണ് മർദ്ദിച്ചതെന്ന് അൻഷിദ് പറയുന്നു. കൂട്ടത്തിലുണ്ടായ അൻഷിദിന്റെ സഹോദരനും പരിക്കേറ്റു. കാറിൽ കയറി ഡോറടച്ചതോടെ ഡിക്കി തുറന്ന് വീണ്ടും മർദ്ദിക്കുകയായിരുന്നു. ഈ സമയം ആ വഴി പോയ ബന്ധുക്കൾ ഇതുകണ്ട് രക്ഷപ്പെടുത്തി. ആദ്യം പാണ്ടിക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് മഞ്ചേരി മെഡിക്കൽ കോളേജിലും ചികിത്സ തേടി. തലയിലും പുറത്തും കാലിലും മുറിവുകളുണ്ട്. വലത് കൈ ഒടിഞ്ഞു. മുതുകിൽ നീളത്തിൽ മുറിവേൽപ്പിക്കുകയും ചെയ്തു. മർദ്ദിച്ച സംഘത്തിൽ ഒരാൾ 10ാം ക്ലാസ്സിൽ അൻഷിദിനൊപ്പം ഒരുമിച്ച് പഠിച്ചതാണ്. അന്ന് സ്കൂളിലുണ്ടായ പ്രശ്നത്തെ തുടർന്നുള്ള വൈരാഗ്യമാണ് മർദ്ദനത്തിന് കാരണമെന്നാണ് കരുതുന്നത്. ഞങ്ങൾ ചെങ്ങൈമാരെല്ലാവരും അവിടെ കൂടി കഴിഞ്ഞ ഞായറാഴ്ച ചായ കുടിച്ചാൻ പോയതാണ്. അതിൽ ഒരു സംഘം വന്നാണ്ട് അവർ 6 ആളൊക്കെ ഉണ്ടാവും. ഒരു വന്നാണ്ട് അടി തുടങ്ങി. അടി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് മനസ്സിലായത് സ്കൂളിൽ 10ാം ക്ലാസ്സിൽ നടന്ന പ്രശ്നമാണ്. അതിൽ ജാക്കി ലിവർ കൊണ്ടും പിന്നെ കല്ല് ചാവി കുറേ സാധനം കൊണ്ടൊക്കെ കുത്തിക്കാണ്ട് അടിച്ചു. മൂത്തൊക്കെ തലയിൽ കൂടെ ഒക്കെ ആകെ അടിച്ചിരുന്നു. ഒരു കല്ലുകൊണ്ട് പുറകെ ആകെ മുറിയായി. തല്ല് കഴിഞ്ഞാൽ അവിടെ ആരും പിടിച്ചേക്കാൻ നിന്നിട്ടൊന്നുമില്ല. തല്ല് കഴിഞ്ഞാൽ മനസ്സിലായത് 10ാം ക്ലാസ്സിൽ എന്തോ പ്രശ്നം ഉണ്ടായി. അതിൻ്റെ ഇതിലാണ് വന്നത്. പരിക്കു കാരണം അൻഷിദിന് ഓണപരീക്ഷ എഴുതാൻ സാധിക്കില്ല. സംഭവം മാനസികമായി തളർത്തിയതായി അൻഷിദിന്റെ പിതാവ് തെച്ചിയോടൻ മുഹമ്മദ് പറഞ്ഞു. ഞാൻ അവിടുന്ന് ഒരു വണ്ടി എടുത്ത് നിയോലോ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്ന് നോക്കുമ്പോൾ പുറമൊക്കെ ആകെ വികൃതമാക്കിയിട്ടുണ്ട്. തലക്ക് മുറിവുണ്ട്. കയ്യിന് പൊട്ടി. എക്സ്റേ എടുത്തപ്പോൾ കയ്യിന് പൊട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് ഹോസ്പിറ്റലുകാർ പറഞ്ഞു നിങ്ങൾ നേരെ മെഡിക്കൽ കോളേജിൽ പോയിക്കോളി, തലക്ക് പ്രശ്നമുള്ളതുകൊണ്ട്. അവിടെ ഞാൻ മെഡിക്കൽ കോളേജിൽ പോയി CT സ്കാനൊക്കെ ചെയ്ത് അവിടുന്ന് പിറ്റേന്ന് രാവിലെയാണ് ഞങ്ങൾ പോകുന്നത്. വളരെ മൃഗീയമായി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ ഒരു 10-50 ആൾക്കാർ കൂടി നിന്നത് കാണുകയാണ്. ചെയ്തത് 6 ആളാണെന്നാണ് പറയുന്നത്. ഞാൻ കണ്ടിട്ടില്ല. ഏതായാലും ഈ പ്രായപൂർത്തിയാകാത്ത 17 വയസ്സായ കുട്ടിനെ വളരെ മൃഗീയമായ രൂപത്തിലാണ് ആക്രമിച്ചത്. പിതാവിന്റെ പരാതിയിൽ വണ്ടൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 മലപ്പുറം.